നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നമ്മൾ അത്ര സാധാരണയായിട്ടല്ലെങ്കിലും ചിലപ്പോൾ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻ്റ് 3 മാസം ഗർഭിണിയാണ്. അപ്പോൾ അവർക്ക് പെയിൻ വന്നപ്പോൾ ആദ്യം കണ്ടിരുന്ന ഡോക്ടറെ കാണിച്ചു. പക്ഷേ കുഴപ്പമില്ല, ചിലപ്പം പ്രഗ്നൻസിയുടെ തന്നെ ആയിരിക്കും, പെയിൻ അങ്ങ് മാറിക്കോളും. പക്ഷേ അവരുടെ പെയിന് ഒരു കാരണവശാലും മാറുന്നില്ല. പെയിൻ ഇങ്ങനെ കൂടി കൊണ്ടുവരികയാണ്. പെയിൻ അവസാനം ബെയറബിൾ അല്ലാതെ വന്ന് സഹിക്കാൻ വയ്യാത്ത പെയിൻ വരുമ്പോൾ പിന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കും, വേദന സംഹാരികൾ കഴിക്കും. അങ്ങനെ വല്ലപ്പോഴുമൊക്കെ കഴിച്ചു. പക്ഷേ പിന്നെയും പെയിൻ മാറാത്തതുകൊണ്ട് സ്ഥിരമായിട്ടിങ്ങനെ മരുന്ന് കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിക്കുന്നത് ദോഷമാണ്, വേദന സംഹാരികൾ അങ്ങനെ കഴിക്കാൻ പാടില്ല പ്രഗ്നൻസി ടൈമിൽ, പ്രത്യേകിച്ചും ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മന്ത്സേ ഉള്ളൂ. അപ്പം ബാക്കി കൂടുതലുമൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പം വലതുവശത്തെ കിഡ്നിയുടെ ട്യൂബിൽ ഒരു സ്റ്റോൺ ഉണ്ടാകും. സ്റ്റോൺ അത്ര വലിയ സൈസൊന്നുമില്ല, 5 മില്ലിമീറ്റർ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ഈ പെയിൻ വന്നിരിക്കുന്നത്. പക്ഷേ അപ്പം യൂറോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സ്റ്റോൺ ഉണ്ട്. അപ്പം നേരത്തെ ഈ പ്രഗ്നൻസി ആയതുകൊണ്ട് കൂടുതൽ അനസ്തീഷ്യ കൊടുത്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പറ്റത്തില്ല. പിന്നെ അത് കല്ല് പൊടിക്കാനുള്ള ലേസറൊക്കെ എത്ര സേഫാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഷോക്ക് വേവ് ചിലപ്പോൾ സേഫ് അല്ലായിരിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ അതുപോലുള്ള കല്ല് പൊടിക്കുന്നതിനെക്കുറിച്ച് സാധാരണ രീതിയിൽ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ഒരു തടസ്സമായിട്ട് പറയും. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ലേസറിൻ്റെ ഇഫക്റ്റ് ഒന്നും നമുക്ക് കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞു ഇപ്പോൾ ധൃതി പിടിച്ചത് ചെയ്യേണ്ട. അപ്പം ഞങ്ങളുടെ അടുക്ക വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ സ്റ്റോണുണ്ട്. പക്ഷേ പേഷ്യൻറ്റിന് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. ആ വേദന മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആദ്യം. അപ്പോൾ അങ്ങനെയുള്ള വേദന സംഹാരികളൊക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ സ്മൂത്തായിട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി എല്ലാ കാര്യങ്ങളും നോർമലാണ്. ചിലപ്പം ഈ പ്രഗ്നൻസി ടൈമിൽ ആഹാരത്തിനൊക്കെ കൂടുതൽ കാൽസ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം നേരത്തെ സ്റ്റോൺ ഇല്ലാത്ത ആളിന് ഒരു സ്റ്റോൺ ക്രിസ്റ്റൽ വന്നെന്നിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇത് ഒന്നും ചെയ്യേണ്ട, പെയിൻ മാറ്റണം എന്നുള്ള ഒരു രീതിയിലായതുകൊണ്ട് നമ്മൾ ആ പേഷ്യൻറ്റിന് ഒരു സ്റ്റെൻറ്റ് ഇട്ട് കൊടുത്തു. അതായത് ബ്ലാഡറിൽ നിന്ന് കിഡ്നിയിലോട്ടുള്ള ഒരു സ്റ്റെൻറ്റ് ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റോൺ കൊണ്ട് പെയിൻ ഉണ്ടാകത്തില്ല. യൂറിന് വരുന്ന ഭാഗത്ത് ബ്ലോക്ക് വരത്തില്ല. കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറിന് ബ്ലാഡറിലോട്ട് പോകും. ഈ സ്റ്റെൻറ്റ് നമുക്ക് 3 മാസം വരെ ഇടാവുന്ന സ്റ്റെൻറ്റുണ്ട്, 1 വർഷം വരെ ഇടാവുന്ന സ്റ്റെൻറ്റുണ്ട്. അങ്ങനെ തീരെ അൺഫിറ്റാണ്, സർജറി അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് ഒരു ലോങ് ഡ്യൂറാ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻസി കഴിയുന്നിടം വരെ ഈ സ്റ്റെൻറ്റ് ഇടാം. പ്രഗ്നൻസി കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ല് പൊടിച്ച് കളയാം. കാര്യം ഈ കല്ല് പൊടിച്ച് കളയുന്ന യൂറിട്രലായതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഷോക്ക് വേവോ അല്ലെങ്കിൽ ലേസറോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അതിൻ്റെ സേഫ്റ്റി അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെൻറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഈ കല്ല് പൊടിച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റെൻറ്റ് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ പല ആൾക്കാരും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ്, ഇങ്ങനെ പല സമയങ്ങളിലും പ്രഗ്നൻസിയുടെ ടൈമിലും വരാറുണ്ട്. പേഷ്യൻ്റ് ഒരു സർജറിക്കോ അല്ലെങ്കിൽ ഫിറ്റല്ല എന്ന് തോന്നുകയാണെങ്കിൽ തൽക്കാലം ഒരു സ്റ്റെൻറ്റ് മാത്രം ഇട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഈ കല്ല് പൊടിച്ച് കളഞ്ഞ് സ്റ്റെൻറ്റ് എടുക്കുകയും ചെയ്യാം. പേഷ്യൻറ്റിന് പെയിൻ ഒട്ടും ഉണ്ടാകത്തുമില്ല. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.